ശ്രീ വി പി, ഇവിടെ രാഹുൽ ഗാന്ധി യു പിയിൽ നിന്ന് 3 തവണ MP ആയതാണ്, കേരളത്തിൽ നിന്ന് 1 തവണ MP ആയ ആളാണ്. ഇന്ദിരാഗാന്ധി ആവട്ടെ, സോണിയാഗാന്ധി ആവട്ടെ, ഇവരൊക്കെ നോർത്തിലും സൗത്തിലും MP ആയ ആൾക്കാരാണ്, അല്ലെങ്കിൽ മത്സരിച്ച ആൾക്കാരാണ്. ഇവിടെ KP നൗഷാദിൽ മാത്രമല്ല, ഇപ്പോൾ ജയറാം രമേശ് ചോദിക്കുന്നുണ്ട്, ഡക്കാൻ പീഠഭൂമിക്കിപ്പുറം വിന്ധ്യനിപ്പുറം ഒറ്റ സീറ്റിൽ മത്സരിക്കാൻ നരേന്ദ്രമോദിക്ക് ധൈര്യമുണ്ടോ? ഈ മംഗലാപുര സീറ്റ് അറിയോ? ഈ കേരളത്തിൻ്റെ അതിർത്തി കടന്ന മംഗലാപുര സീറ്റ്, അവിടെ BJPയുടെ ഒരു ബൂത്ത് പ്രസിഡന്റ് താമരചിഹ്നത്തിൽ മത്സരിച്ചാൽ സാക്ഷാൽ രാഹുൽ ഗാന്ധി വന്ന് മത്സരിച്ചാൽ പോലും തോൽപ്പിക്കാൻ പറ്റില്ല. അറിയോ? മംഗലാപുര സീറ്റിൽ BJPയുടെ ബൂത്ത് പ്രസിഡന്റ് താമരചിഹ്നത്തിൽ മത്സരിച്ചാൽ മതി. അതൊന്നും പറയണ്ട. പിന്നെ ഇവിടെ പരിഹാസത്തിനെ പറ്റിയൊക്കെ പറഞ്ഞു. 2013 ഞങ്ങൾ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചപ്പോൾ മണിശങ്കർ അയ്യരുടെ ഒരു വിശ്വപ്രസിദ്ധമായ പ്രസ്താവനയുണ്ട്. നരേന്ദ്രമോദി ഒരിക്കലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവൂല, അയാൾക്ക് വേണേൽ AICC ആഫീസിന് മുന്നിൽ ചായക്കട തുടങ്ങാൻ കുറച്ച് സ്ഥലം കൊടുക്കാൻ. ഇവരാണ് അത് കേട്ട് കൈയടിച്ച് ചിരിച്ചവരാണ് ഇന്നിപ്പോൾ നരേന്ദ്രമോദി അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറയുന്നത്. പിന്നെ ലാൽകുമാർ ഇവിടെ പരകാല പ്രഭാകരനെ പറ്റിയൊക്കെ പറഞ്ഞു. ഞാനൊരു ലോറി ഡ്രൈവർ പ്രഭാകരൻ്റെ കഥ പറയാം. മംഗലാപുരത്തു നിന്നും കോഴിക്കോട് വടകര ഭാഗത്തേക്ക് മീൻ കൊണ്ടുവരുന്ന ലോറിയിലെ ഡ്രൈവറാണ് പ്രഭാകരൻ. മാർക്സിസ്റ്റുകാരനാണ്, എനിക്ക് പരിചയമുള്ള ആളാണ്. എന്നോട് പറഞ്ഞെന്താ അറിയോ? ഇത്തവണത്തെ വോട്ട് BJPക്കാണ്. ഞാൻ ചോദിച്ചു എന്താ കാര്യമെന്ന്. മാഹി തലശ്ശേരി ബൈപ്പാസ് റെഡിയായി, 1 മണിക്കൂർ എടുക്കേണ്ട സ്ഥലത്ത് 20 മിനിറ്റ് കൊണ്ട് എനിക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തവണ ഇത് കൊണ്ടുവന്ന മോഡിക്ക് ഒരു വോട്ടുണ്ടെന്ന്. അപ്പോൾ പ്രഭാകരനും കുടുംബവും ഞങ്ങൾക്ക് വോട്ട് ചെയ്യും. ഞങ്ങൾ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ, ഞങ്ങൾ കൊണ്ടുവന്ന ക്ഷേമ പദ്ധതികൾ, 11.5 കോടി കൃഷിക്കാർക്ക് കിസാൻ സമ്മാൻ നിധിയുണ്ട്, 81 കോടി 37 ലക്ഷം ആളുകൾക്ക് സൗജന്യ റേഷൻ ഉണ്ട്, 80 കോടി ആളുകൾക്ക് പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട്. ഞങ്ങൾ ഏതാണ്ട് 4 കോടി വീടുകൾ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ നിരവധി ഹൈവേ, ആയിരക്കണക്കിന് കിലോമീറ്റർ ഹൈവേ 8 വരിയും 6 വരിയും 14 വരിയും ഒക്കെ ആക്കിയിട്ടുണ്ട്. വന്ദേ ഭാരത് ഉണ്ട്. അപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വികസന പ്രവർത്തനവും ക്ഷേമ പദ്ധതികൾ എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ആ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. ബാക്കി നമുക്ക് ജൂൺ 4-ാം തീയതി കാണാം. ഓക്കെ, പക്ഷേ ഇത്തരം വികസന പ്രവർത്തനങ്ങൾ 10 വർഷത്തെ ഭരണ നേട്ടം പറയുമ്പോഴും പ്രചാരണ രംഗത്ത് കേൾക്കാനുള്ളത് വിദ്വേഷത്തിൻ്റെ അടിക്കടി വെച്ചടിയുള്ള കയറ്റമാണ്.